ഓണാഘോഷത്തിനായുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സൗജന്യ കിറ്റുകൾ, പ്രത്യേക അരി വിതരണം, വിപണി ഇടപെടൽ നടപടികൾ, അവശ്യ വസ്തുക്കളുടെ താങ്ങാവുന്ന വിലയ്ക്ക് ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള മേളകൾ എന്നിവ പദ്ധതിയിലുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി ലഭിച്ച 76,338 ഓൺലൈൻ അപേക്ഷകളിൽ 73,024 പുതിയ മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് അംഗീകാരം നൽകിയ വകുപ്പ് റെക്കോർഡ് നേട്ടം കൈവരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് ഉള്ള പൊതുവായ പ്രവർത്തനങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭം കുറിച്ചു. ഓഗസ്റ്റ് 8-ാം തീയതി സപ്ലൈകോയുടെ ട്രേഡ് ഫെയറുകൾ ആരംഭം കുറിക്കുകയാണ്. എറണാകുളത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഗസ്റ്റ് 8-ാം തീയതി 4:30 സപ്ലൈകോയുടെ ഓണം ഫെയർ ആരംഭം കുറിക്കും. ഓണം ട്രേഡ് ഫെയർ എന്ന നിലയിലാണ് ഇത്തവണ 3 മെട്രോ നഗരങ്ങളിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഇത് നടപ്പിലാക്കുന്നത്. അത് വളരെ വിപുലമായ നിലയിൽ സബ്സിഡി സാധനങ്ങളോടൊപ്പം തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളും മറ്റ് ഒരു ഫെയർ മോഡൽ, ട്രേഡ് ഫെയർ മോഡലിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ എല്ലാ ജില്ലാ ഫെയറുകളും 14 ജില്ലകളിലും ജില്ലാ ഫെയറുകളും എല്ലാ നിയോജകമണ്ഡല തല ഫെയറുകളും ആരംഭം കുറിക്കുവാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ ഗുണഭോക്താക്കൾക്കുള്ള സൗജന്യ റേഷൻ വിതരണം ഓഗസ്റ്റ് 3 മുതൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും സർക്കാർ നീക്കിവെച്ചിട്ടുണ്ടെന്നും മുൻഗണനയില്ലാത്ത റേഷൻ കാർഡ് ഉടമകൾക്കുള്ള പ്രത്യേക അരി വിതരണം അടുത്ത മാസം ആരംഭിക്കുമെന്നും കിലോയ്ക്ക് 10.9 രൂപയ്ക്ക് 3 കിലോ അരിയും 8.7 രൂപയ്ക്ക് 2 കിലോ ഗോതമ്പ് ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഓണം മെഗോ ട്രേഡ് ഫെയറുകളും ഓഗസ്റ്റ് 16 മുതൽ 25 വരെ 11 ജില്ലകളിൽ ജില്ലാതല മേളകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. Shoppika Weddings, the bridal legacy.